ttalkന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറിയ കളികളൊക്കെ അങ്ങ് വിട്ട് ഇനി വലിയ കളികളാണ്. വേറെന്താ ഉള്ളത്? നാളെ മറ്റന്നാൾ വീണ്ടും ആൾട്ടോ വണ്ണൂർ തന്നെ പോകേണ്ടി. എന്തായാലും ഇന്ന് അങ്ങനെയല്ലല്ലോ, ഇന്ന് വലിയ കളിയാണ്. അപ്പോൾ നമുക്ക് നിസാനിൽ എങ്ങനെയാണ് ലിപ്പ് ഒട്ടിക്കുക, അത് ചെറിയ ബ്രാൻഡല്ല, സാമുറായിന്റെ ലിപ്പ് എങ്ങനെ ഒട്ടിക്കാൻ നമുക്ക് നോക്കാം. അതിന്റെ പാക്കിംഗ് അടിപൊളിയായതുകൊണ്ട് സാധനം ഇപ്പം തന്നെ കൈമേൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അൺബോക്സിംഗ് ഇല്ല, അൺബോക്സ് ചെയ്ത സാധനം ഒന്നും കൂടി ബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നേരെ വീട്ടിലോട്ടേക്കുക. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ സാമുറായിൻ്റെ ലിപ്പ്. ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടായിരുന്നു. ഇപ്പം അതിന് ചൈന ഭാഷ ആയതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഭാഷ അറിയുന്നത് കൊണ്ടും നിങ്ങൾക്ക് പിന്നെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടൊരു വിഷയമല്ല. പിന്നെ ഒരു അഡ്ഹേഷൻ പ്രൊമോട്ടറുണ്ട്, അത് ഞാൻ ചൈനയിൽ വായിച്ചാൽ കേട്ടോ. അഡ്ഹേഷൻ പ്രൊമോട്ടർ നിങ്ങൾക്ക് ആർക്കും വായിക്കാറില്ലല്ലോ. ഓ വേണ്ട, പോട്ടെ, പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഒരു സാമുറായിൻ്റെ സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കറാണ് ലാസ്റ്റ് ഒട്ടിച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ സാമുറായിൻ്റെ ലിപ്പ്. ഇത് എത്ര ഉണ്ട് ലെങ്ത് ഉണ്ട് നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം ലെങ്ത്തുള്ള സാധനം തന്നെയാണ്. നമുക്കിനി നേരെ ഒട്ടിക്കാം തായിലേക്ക്. ആദ്യം നമുക്ക് ഓൾറെഡി ഒന്നുണ്ട്, അത് നമുക്ക് പറിച്ച് കളയണം. അപ്പോൾ നമുക്കത് എങ്ങനെ പറിച്ചറിയാൻ നോക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് അറിയാമല്ലോ, നിസാൻ സണ്ണി ഓൾറെഡി ഒരു ലോ ലൈഫ് വണ്ടിയാണ്, എന്ന് പറഞ്ഞാൽ ലോ വേർഡ് വണ്ടിയാണ്. അതുകൊണ്ട് ഒന്ന് കട്ടപ്പുറത്ത് കയറ്റേണ്ടി വന്നിട്ടുണ്ട് വണ്ടിയുടെ സ്ക്രൂ അയക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ക്രൂ ഡ്രൈവർ താഴെ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലിപ്പും കൂടി വന്നാൽ ഒന്നാമത് കുറച്ചും കൂടി ലോ ലൈഫ് ലുക്ക് കിട്ടും, സാധനം പൊളിക്കും എന്തായാലും. നമുക്ക് ആദ്യം ഇതെങ്ങനെ അയക്കേണ്ടി നോക്കാം. ഇതിൻ്റെ അടിയിൽ ഓൾറെഡി കുറച്ച് സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് അയച്ചു മാറ്റാം. ഇവിടെയാണ് നമ്മൾ മുത്തുമണി, ജിപ്സം സ്ക്രൂ തന്നെ. എവിടെ പോയാലും ജിപ്സം തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് അയച്ചു മാറ്റാം. ഓക്കെ, ഫുൾ അയച്ചു മാറ്റിയിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ ലാസ്റ്റ് സ്ക്രൂവും കൂടി അയക്കിയത് പഴയ ലിപ്പിൽ ലാസ്റ്റത്തെ സ്ക്രൂ. അപ്പോൾ അതിൻ്റെ വാഷർ പോയാൽ ഇല്ല, കിട്ടിയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ലാസ്റ്റ് സ്ക്രൂവും കൂടി അയച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പെട്രോൾ എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം തുടക്കുന്നുണ്ട്, കാരണം ചളിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പോയി കിട്ടണം, അല്ലാണ്ട് ടാപ്പ് ഒട്ടൂലെന്ന് അറിയാലോ. അപ്പോൾ അത് ഒന്ന് പെട്രോൾ ഇട്ട് തുടക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തുടച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ അഡ്ഹേഷൻ പ്രൊമോട്ടർ. എന്താ പറഞ്ഞാൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് തുടക്കണം. ഇതിൻ്റെ കൂടെ ചില സാമുറായിൻ്റെ ലിപ്പിൻ്റെ കൂടെ തുടക്കാതിലൊരു സാധനം കൂടി കിട്ടും, ക്ലീൻ ചെയ്യാനുള്ള കൂടി. അതുണ്ടെങ്കിൽ അതിട്ട് ആദ്യം തുടച്ചതിന് ശേഷമാണ് അഡ്ഹേഷൻ പ്രൊമോട്ടർ ചെയ്യേണ്ടി. ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിൻ്റെ ആ ലെവലിൽ തുടച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഓക്കെ, തുടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സാമുറായിൻ്റെ ലിപ്പ് എടുക്കാം. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡും കൂടി വേണം നിങ്ങളുടെ കയ്യിൽ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡും കൂടി യൂസ് ചെയ്യാം. നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ ടാപ്പ് അങ്ങ് പറിക്കാം. നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കണം, വളവ് വരുന്നുണ്ട്. കട്ടിടുമ്പോൾ മാക്സിമം വി ഷേപ്പിൽ കട്ടിടാം. അതാകുമ്പോൾ വളവങ്ങ് വളഞ്ഞു പോകും. ഉണ്ടോ? ഇവിടെ ഒരു കട്ടും കൂടി ആവശ്യമുണ്ട്. Yeah. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സൈഡിൽ നിന്ന് ഇനി കട്ട് ചെയ്ത് എക്സ്ട്രാ എത്ര വരുന്നത് അത്ര നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. നമുക്കിത് പാക്ക് ഇത്ര കട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്.
ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് വരുന്നത്. ഇതൊന്നും കൂടി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യണം. ഒരു കത്തിരിക്ക ഉണ്ടെങ്കിൽ സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്ലേഡിനെക്കാട്ട് സുഖം കത്തിരിക്ക ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ മൊത്തമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. അതിന് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്ക്രൂ ചെയ്യണം. അതിന് ശേഷം മാത്രമേ അടുത്ത പരിപാടിയിലേക്ക് ചെയ്യാം. അപ്പോൾ കാര്യം നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ജിപ്സം സ്ക്രൂ തന്നെയാണ് തിരിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ആ ജിപ്സം സ്ക്രൂ എടുത്തിട്ട് നമുക്കൊരു 10 ജിപ്സം സ്ക്രൂ മതി. ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇടാം. അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്റ്റാർട്ടിംഗ് ഇല്ലേ, ഒരു സ്റ്റാർട്ടിങ് ഒരു എൻഡിങ്ങിലും നിർബന്ധമായിട്ട് ഇടണം. കാരണം മറക്കരുത്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ലെങ്കിൽ പറഞ്ഞു വരും. ആ 2 സൈഡിൽ എന്തായാലും ഇടുക. പിന്നെ ഓരോ ജോയിൻറ്റിൽ അങ്ങ് ഇട്ട് പോകണം. ഓരോ ജോയിൻറ്റിൽ സെൻറ്ററിൽ 1-2 മതി. ജോയിൻറ്റിലും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. കാരണം അവിടെയാണ് വെള്ളം കയറിയിട്ട് പറഞ്ഞു വരാൻ ചാൻസ് കൂടുതൽ. ഈ പറഞ്ഞ വരൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജിപ്സം സ്ക്രൂ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുന്നത്. വാഷർ ഇടാൻ മറക്കരുത്. വെറും സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞിട്ട് തന്നെ വരും. വാഷറും കൂടി ഇട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും പറഞ്ഞു വരില്ല, പേടിക്കണ്ട. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കലാണ്. സാമുറായിൻ്റെ സ്റ്റിക്കർ സാമുറായി കമ്പനിക്കാരനെ സ്നേഹത്തോടെ തന്നിട്ടുണ്ട്. അവർ തന്നെ അവരെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് സാധനം എടുക്കാൻ നമുക്ക് ഒട്ടിക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതിന് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നിങ്ങൾ ഇഷ്ടമുള്ള സൈഡിൽ ഒട്ടിക്കുക. നമ്മളിപ്പോൾ ലെഫ്റ്റിലാണ് ഒട്ടിക്കുന്നത്. എല്ലാവരും ഒട്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ ലെഫ്റ്റിൽ തന്നെ ഒട്ടിച്ച് സാധനം അതിൻ്റെ മേലിലേക്ക് അങ്ങ് വെക്കുക. അങ്ങ് ഒട്ടിച്ചങ്ങ് നീർത്ത് വിട്ടാൽ മതി. സംഭവം അത്രയേ പരിപാടിയുള്ളൂ. സാധനം അങ്ങ് പറിച്ച് കളയാം. അതിൻ്റെ മുകളിലൊരു വെള്ള ഇതുണ്ടാവും, അതങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി. സാധനം സെറ്റായിട്ടാണ് നിന്നോളൂ. അവൻ കൂടി വന്നപ്പോൾ ഒന്നല്ല ശരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നു. ആ സാധനം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ലുക്ക് വരുന്നുള്ളൂ. ആ സാമുറായി ചോപ്പായിരുന്നെങ്കിൽ പൊളിക്കുമായിരുന്നു. സിറാജിൻ്റെ അഭിപ്രായം എന്താ? ചോപ്പോ നീല നല്ല രസമാണ്. ചോപ്പ് നീല കോമ്പിനേഷൻ ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. വേണ്ട, നീ അത്രയ്ക്ക് പോകണ്ട. സാധനം പൊള്ളാൻ എന്തായാലും പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയും കൂടി നമ്മൾ തീർന്നിട്ടുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കൽ പരിപാടി മൊത്തമായിട്ട് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഗായ്സ്, പുള്ളിക്കാരനാണ് നമ്മൾ ഇന്നല്ല വീടെല്ലാം സ്പോൺസർ ചെയ്ത് സ്വന്തം വണ്ടി സ്വന്തം ലിപ്പ് എല്ലാം വാങ്ങി തന്നിട്ട് പിന്നെ വണ്ടിയിൽ ഇത്രയും ഇങ്ങനെ എക്സ്ട്രാ കിട്ടും അല്ലേ? ഒരു ഇനോവക്കൊക്കെ വെക്കാൻ മാത്രം ഉണ്ട്. സമുറായിന് ഒന്നും വാങ്ങിക്കാൻ. ഇതിന്റെ റേറ്റ് എത്ര എടുത്തടാ? 560 റുപ്യാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, സാധനം വാങ്ങാനുള്ള ലിങ്ക്. ഓക്കെ. അപ്പോൾ അടുത്ത